ഈ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിലെ ആളുകളുടെ ആശങ്ക അത് സർക്കാർ മനസ്സിലാക്കുന്നു. സർക്കാർ ആ ജനങ്ങൾക്കൊപ്പം തന്നെയാണ്, അവരുടെ ഉത്കണ്ഠയ്ക്കൊപ്പം തന്നെയാണ്. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വകുപ്പെന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അത് വീണ്ടും തുടരും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ ബൈക്ക് യാത്രക്കാരായിട്ടുള്ള യുവദമ്പതികൾക്ക് നേരെ അതിക്രമമുണ്ടായ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി റിയാസ് KMR ഉണ്ട്. റിയാസ്, ആരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കോഴിക്കോട് നഗരത്തിൽ യുവദമ്പതികൾക്ക് നേരെ ആക്രമണം. നേരിട്ട് പങ്കെടുത്ത പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കോഴിക്കോട് നടുവട്ടം സ്വദേശി NV ഹൗസിൽ AP മുഹമ്മദ് അജ്മലിനെയാണ് നടക്കാവ് പോലീസ് SI കൈലാസനാഥന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഈ പ്രതിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിലെ പരാതിക്കാരനായ അശ്വിൻ അരവിന്ദാക്ഷനെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് പ്രതിയെ കൃത്യമായി പോലീസ് തിരിച്ചറിഞ്ഞത്. നേരത്തെ ഈ സംഭവം ബന്ധപ്പെട്ട് 5 പേരെയാണ് പോലീസ് സംശയിച്ചിരുന്നത്. ആ 5 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ഇതിൽ ഈ അശ്വിൻ അരവിന്ദാക്ഷൻ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നേരെ അസഭ്യവർഷം ചൊരിയുകയും ചെയ്ത പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നടക്കാവ് പോലീസ് നീങ്ങുകയാണ്. അല്പം മുൻപാണ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഇന്ന് ഉച്ചയോടുകൂടി 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് നേരത്തെ ഈ അശ്വിൻ അരവിന്ദാക്ഷന്റെ പരാതി പ്രകാരമായിരുന്നു നടപടി. ഇന്നലെ രാത്രിയോടുകൂടി ഈസ്റ്റ് ഹില്ലിലെ ഒരു തിയേറ്ററിൽ സിനിമ കണ്ട് അശ്വിൻ അരവിന്ദാക്ഷനും ഭാര്യയും വരുന്നതിനിടെ മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ പരിസരത്ത് നിന്നും 2 ബൈക്കുകളിലായി ഉണ്ടായിരുന്ന 5 അംഗ സംഘത്തിൽപ്പെട്ട ഒരാൾ അശ്വിൻ അരവിന്ദാക്ഷന്റെ ഭാര്യയ്ക്ക് നേരെ കണ്ണിറക്കി കാണിക്കുകയും ഭാര്യയെ ഉൾപ്പെടെ അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിന് അശ്വിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തു. ആ സമയത്ത് ട്രാഫിക് പോലീസിനോട് പരാതി പറഞ്ഞിരുന്നെങ്കിലും ആ പരാതി ട്രാഫിക് പോലീസ് സ്വീകരിച്ചില്ലെന്നൊരു ആക്ഷേപം നിലനിന്നിരുന്നു. തുടർന്ന് സംഭവം നടന്നത് നടക്കാവ് പോലീസിന്റെ പരാതിയിലായതിനാൽ ഇവിടത്തേക്ക് ആ പരാതി കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയുമാണ് ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടുകയും പോലീസിനോട് ശക്തമായ നടപടി വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി അടക്കമുള്ളവർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുകയും പ്രതി അറസ്റ്റിലാവുകയും. റിയാസ്, നേരത്തെ ഈ 5 പേരെ ആയിരുന്നു കസ്റ്റഡിയിലെടുത്തത്. ഈ ഒരാൾ മാത്രമാണോ അതിൽ കുറ്റക്കാരനായിട്ടുള്ളത്? ഈ 5 പേരെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ഉച്ചയോടുകൂടി ഈ പരാതിക്കാരനായ അശ്വിനെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തി. അതിനുശേഷം പ്രതിയെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. കാരണം അശ്വിന്റെ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ 5 പേരിൽ ഒരാൾ തന്നെ അടിക്കുകയും ഭാര്യയും തന്നെയും അസഭ്യം പറയുകയും ചെയ്തു, അശ്ലീല ചേഷ്ട കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ആരാണ് എന്നുള്ളതായിരുന്നു വ്യക്തമാകേണ്ടിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരനായ അശ്വിനെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് ഈ പ്രതിയായ AP മുഹമ്മദ് അജ്മലിനെ തിരിച്ചറിയുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അജ്മലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, പരാതിക്കാരനായ അശ്വിൻ പോലീസിനോട് പറഞ്ഞത് തന്നെ അജ്മൽ അടിക്കുന്ന സമയത്ത് മറ്റ് 4 പേർ അജ്മലിനെ പിടിച്ചുവെക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു 4 പേർക്ക് നേരിട്ട് പങ്കില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള, അതായത് നേരിട്ട് കൃത്യം നടത്തിയിട്ടുള്ള മുഹമ്മദ് അജ്മലിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ദമ്പതികൾക്കുണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നയാൾ ആണ് മർദ്ദിച്ചത് എന്ന് പരാതിക്കാരനായിട്ടുള്ള ആൾ കണ്ടെത്തി. തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് പോലീസിൻ്റെ ഈ ഒരു നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR കോഴിക്കോട് നിന്ന്.